ഉഗാണ്ട ഒരു കാലത്ത് പ്രകൃതി സമ്പത്തിന്റെ അക്ഷയഖനിയായിരുന്നു ഈ രാജ്യം. മാറി മാറി വന്ന ഓരോ ഭരണാധികാരിയും ജനങ്ങളെ എന്ന വണ്ണം പ്രകൃതിയെയും പരമാവധി ചൂഷണം ചെയ്തു. ജനറൽ ഇദി അമീൻ ദാദ പ്രസിഡന്റായതോടെ ശ്മശാന ഭൂമിയായി മാറി ഉഗാണ്ട. സകല ചരാചരങ്ങളോടും ശത്രുത പ്രഖ്യാപിച്ച് അമീൻ മരണത്തിന്റെ മൊത്ത വ്യാപാരിയായി. കെയ് അമീന്റെ കൊലപാതകത്തോടെ അമീൻ തന്റെ ക്രൂരതയുടെ ഉഗ്രഭാവം ലോകർക്ക് മുന്നിൽ തുറന്നു കാട്ടി. ഉഗാണ്ടൻ ജനത നിർവികാരരായി എല്ലാം നോക്കി നിന്നു. രണ്ടാം ഭാര്യയായ കെയ്നെ കൊന്നതുപോലെ ആദ്യ ഭാര്യ മല്യാമുവിനെയും വേട്ടയാടാൻ അമീൻ ശ്രമിച്ചിരുന്നു. 1974 വൈവാഹിക തടവറയിൽ നിന്നും മോചിതയാക്കിയ മല്യാമു കെനിയയുടെ അതിർത്തിയിലുള്ള ഉഗാണ്ടയുടെ പ്രദേശമായ ടൊറോറോയിൽ താമസമാക്കി. മാർച്ചിൽ മല്യാമു താമസിച്ചിരുന്ന ചെറിയ വീട് പട്ടാളക്കാർ വളഞ്ഞു. കാര്യമറിയാനായി പുറത്തിറങ്ങിയ മല്യാമുവിനെ സൈനികർ ബന്ദിയാക്കി. എന്താണ് സംഭവിക്കുന്നതെന്നോ തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നോ മല്യാമുവിന് ഊഹിക്കാൻ പോലും സാധിച്ചില്ല. മല്യാമുവിനെയും കൂട്ടി സൈനികർ കമ്പാലയിലുള്ള മാലിറേ ജയിലിലേക്ക് തിരിച്ചു. മരണം തന്നിലേക്ക് വന്നു ചേരുകയാണെന്ന് മല്യാമു തിരിച്ചറിഞ്ഞു. മല്യാമു കള്ളക്കടത്ത് നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ്. എല്ലാം അമീൻ എന്ന സ്വേച്ഛാധിപതിയുടെ മനസ്സിൽ ഉദിച്ച ആശയങ്ങൾ. ജിഞ്ചയിലെ പട്ടാളത്താവളത്തിൽ മല്യാമുവിനെ എത്തിച്ച് താൽക്കാലിക തടവിലാക്കി. അടുത്ത ദിവസം കോടതിയിലേക്കും തുടർന്ന് മാലിറേ ജയിലിലേക്കും തന്നെ കൊണ്ടുപോകും. ഒരുപക്ഷെ അതിനുശേഷം താൻ ജീവനോടെ ഉണ്ടാവില്ല. മല്യാമുവിന്റെ ചിന്തകൾ കാടുകയറി. അവരുടെ കവിളുകളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ജയിലിൽ കിടക്കുന്നു, ചെയ്യാത്ത കുറ്റത്തിന്. സമയം രാത്രി 1 മണി. മല്യാമുവിനെ പാർപ്പിച്ച ജയിൽ മുറിയുടെ അഴിയിൽ ആരോ തട്ടി. മല്യാമു തല ഉയർത്തി നോക്കി. നിജേറൂത്താമ എന്ന പട്ടാളക്കാരനായിരുന്നു അത്. അയാൾ വാതിൽ തുറന്നു. പുറത്തൊരു കാർ കിടപ്പുണ്ടെന്നും അതിൽ കയറി രക്ഷപ്പെട്ടോളാനും നിജേറു ആവശ്യപ്പെട്ടു. അവർ കയറിയ കാർ ശരവേഗത്തിൽ പാഞ്ഞു. മല്യാമു രക്ഷപ്പെട്ടു എന്ന വാർത്ത പുറം ലോകമറിഞ്ഞു. ഉടൻ തന്നെ ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ ചെവിയിലും വാർത്തയെത്തി. മല്യാമുവിനെ പിടികൂടാൻ അമീൻ ആജ്ഞാപിച്ചു. സൈനികർ 4 ദിക്കിലേക്കും വാഹനങ്ങളുമായി പുറപ്പെട്ടു. കെനിയയിലേക്കാണ് മല്യാമു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിർത്തികളിൽ സൈന്യം കാത്തുനിന്നു. യാത്രക്കിടെ മല്യാമു സഞ്ചരിച്ച വാഹനം ഒരു സൈനിക ട്രക്കിൽ തട്ടി കൊക്കയിലേക്ക് മറിഞ്ഞു. മല്യാമു കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന വിശ്വാസത്തിൽ സൈനികർ തുടരന്വേഷണങ്ങൾക്ക് മെനക്കെടാതെ ബാരക്കിലേക്ക് മടങ്ങി. എന്നാൽ അപ്പോഴും ഭാഗ്യം മല്യാമുവിന്റെ കൂടെയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റുവെങ്കിലും മല്യാമു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തുടർന്ന് കെനിയയിലേക്ക് കടന്ന അവർ ലണ്ടനിൽ അഭയം പ്രാപിച്ചു. അമീന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മല്യാമു പിന്നെ ഉഗാണ്ടയിലേക്ക് തിരിച്ചു വന്നില്ല. മല്യാമുവും കേയും നോറയും അമീന്റെ ജീവിതത്തിൽ നിന്നാക്കുന്നതോടെ നിറപ്പകിട്ടാർന്ന ഒരു കാലത്തിനും കൂടി തിരശീല വീഴുകയായിരുന്നു. 1974 ഓഗസ്റ്റ് 24. പതിവിലും നേരത്തെ അന്ന് അമീൻ ഉണർന്നു. യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ പരിചാരകരോട് ആവശ്യപ്പെട്ട ശേഷം ധൃതിയിൽ വസ്ത്രം മാറി പുറത്തിറങ്ങി. സൈനികർ പുതുതായി വാങ്ങിയ മെഴ്സിഡസ് ബെൻസ് കാറുമായി അമീന്റെ മുന്നിലെത്തി. കമ്പാലയിൽ നിന്നും 440 കിലോമീറ്റർ അകലെയുള്ള അർവയിലേക്കായിരുന്നു യാത്ര. ആ നീണ്ട യാത്ര ഒരു വലിയ ബംഗ്ലാവിന് മുന്നിൽ അവസാനിച്ചു. അമീൻ കാറിൽ നിന്നിറങ്ങി.
ബംഗ്ലാവിന് പുറത്തൊരു വൃദ്ധൻ നിൽപ്പുണ്ടായിരുന്നു. അമീൻ അയാളുടെ മുന്നിലേക്ക് നടന്നു. കെ.എ. അമീൻ്റെ അച്ഛനായിരുന്നു അത്. ഇരുവരും മുഖാമുഖം നിന്നു. അതിവിചിത്രമായ ഒരു ചോദ്യം അമീൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു. അത് കേട്ട് കെയുടെ അച്ഛൻ്റെ വാർദ്ധക്യം ചുളിവ് വീഴ്ത്തിയ കവിൾത്തടങ്ങളിൽ കൂടി കണ്ണീരൊഴുകി. കെ അമീനെ കാണണമെന്നായിരുന്നു ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ ആവശ്യം. അത് കേട്ട് സൈനികരും കെയുടെ അച്ഛനും സ്തംഭിച്ചു നിന്നു. കെയെ നിഷ്ഠൂരമായി കൊല ചെയ്ത ശേഷം കൈകാലുകൾ വെട്ടിമാറ്റി കൈയുടെ സ്ഥാനത്ത് കാലും കാലിന്റെ സ്ഥാനത്ത് കൈയും തുന്നിച്ചേർത്തയാളാണ് അമീൻ. തന്റെ മൃഗീയമായ പ്രവൃത്തി ബോധമനസ്സിൽ നിന്ന് എപ്പോഴോ മാഞ്ഞുപോയിരിക്കുന്നു. കെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സൈനികർ അമീനെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നെ അമീനിലുണ്ടായ മാറ്റങ്ങൾ വളരെ അസാധാരണമായിരുന്നു. ഏറെ നേരത്തെ വികാര പ്രകടനങ്ങൾക്ക് ശേഷം അമീൻ മടങ്ങി. കമാൻഡ് പോസ്റ്റിൽ തിരിച്ചു വന്ന അമീൻ മുലാഗു ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർക്ക് മുന്നിൽ അഭയം പ്രാപിച്ചു. അമീൻ ഭ്രാന്തനായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ പരന്നു തുടങ്ങി. അതിന്റെ സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഹൈപ്പോമാനിയ എന്ന രോഗത്തിന് അടിമയായിരുന്നു അമീൻ. 1972 മുതൽ തന്നെ മുലാഗു ആശുപത്രിയിൽ സ്ഥിരമായി അമീൻ ചികിത്സ തേടിയിരുന്നു. ഉറക്കമില്ലായ്മയും കൂടുതൽ സംസാരിക്കുന്നതും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക ആനന്ദവും ഈ രോഗത്തിന്റെ ഭാഗമായിരുന്നു. അമീൻ രോഗിയായിരുന്നു എന്ന വിവരം അടുത്ത ബന്ധമുണ്ടായിരുന്ന കുറച്ചു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആയിരത്തി 1972 ദി ടൈംസ് ഓഫ് ലണ്ടൻ എന്ന ദിനപത്രം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ആരും അത് മുഖവിലക്കെടുത്തില്ല. കെ അമീൻ മരണപ്പെട്ട ശേഷം അരങ്ങേറിയ സംഭവങ്ങൾ ഉഗാണ്ടൻ സൈന്യം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ടൈംസ് ഓഫ് ലണ്ടൻ വീണ്ടും വില്ലനായി. അമീന്റെ രോഗവിവരങ്ങൾ വലിയ വാർത്തയായി പത്രം പ്രസിദ്ധീകരിച്ചു. വളർന്നു വന്ന സാഹചര്യവും നല്ല സുഹൃത്തുക്കളില്ലാത്തതും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ചില ശീലങ്ങളും അമീനെ ചെറുപ്പകാലത്ത് തന്നെ ദൂഷിപ്പിച്ചിരുന്നു. എന്തിനും ഏതിനും അമീൻ ആഭിചാരകർമ്മം ചെയ്യുന്ന മന്ത്രവാദികളുടെ ഉപദേശം തേടി. അമീന്റെ സ്വഭാവത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞു. 1974 ഓഗസ്റ്റ് മാസം അമീന്റെ ജീവിതത്തിലും ഉഗാണ്ടയുടെ ചരിത്രത്തിലും സംഭവ ബഹുലമായിരുന്നു. ഓഗസ്റ്റ് മാസം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമീൻ വീണ്ടും വിവാദ നായകനായി. സാറ കയോളബ എന്ന നർത്തകിയോട് അദ്ദേഹം വിവാഹാഭ്യർത്ഥന നടത്തി. ഉഗാണ്ടയിലെ പ്രസിദ്ധമായ റെവല്യൂഷണറി സൂയിസൈഡ് മെക്കനൈസ്ഡ് ജാസ് ബാൻഡിലെ ഗോഗോ ഡാൻസറായിരുന്നു സാറ. സൂയിസൈഡ് സാറ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഉഗാണ്ടയിലെ ഏറ്റവും പ്രശസ്തയായ നർത്തകിയായിരുന്നു സാറ. അമീന്റെ 4ാമത്തെ ഭാര്യയും നർത്തകിയുമായ മദീന സാറയുടെ വലിയ ഒരു ആരാധികയായിരുന്നു. അമീനുമൊത്ത് മദീന സാറയുടെ നൃത്തം കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ അമീൻ സാറ കൂടിക്കാഴ്ചയുണ്ടായി. അമീൻ തന്റെ അഭിലാഷം അറിയിച്ച വേളയിൽ സാറ ഗർഭിണിയായിരുന്നു. ഉഗാണ്ടയിലെ മസാക്കയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായി സാറ അടുപ്പത്തിലായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ അമീന് കലി കയറി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സാറയ്ക്ക് തന്റെ കാമുകനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. അമീൻ സാറയെ വിടാതെ പിന്തുടർന്നു. 1974 ഡിസംബറിൽ സാറ കയോളബ മുലാക്കോ ആശുപത്രിയിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അമീൻ ഉടൻ തന്നെ കുട്ടിയുടെ പിതൃത്വ അവകാശം ഏറ്റെടുത്തു. മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി മാറിയതിലൂടെ അമീൻ സാറയ്ക്കുമേൽ തന്റെ അവകാശം സ്ഥാപിക്കുകയായിരുന്നു. സഫാരി പുറത്തിറക്കുന്ന ഡിവിഡികൾ, പെൻഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 9995 444 222. SP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം.
ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഉഗാണ്ടയിൽ അരങ്ങേറി. സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനായ അമീൻ സാറയെ സ്വാധീനിക്കാൻ ശ്രമിച്ച പോലെ മറ്റൊരു സുന്ദരിയെയും വശീകരിക്കാനുള്ള ശ്രമം തുടങ്ങി. എലിസബത്ത് ബഗായ. ഉഗാണ്ടയിലെ പ്രശസ്തമായ ടോറോ രാജവംശത്തിലെ അധികാരമുണ്ടായിരുന്ന അവസാന രാജാവായ ജോർജിന്റെ മകളായിരുന്നു എലിസബത്ത്. നിയമജ്ഞയായ എലിസബത്ത് ഒരു അറിയപ്പെടുന്ന മോഡൽ കൂടിയായിരുന്നു. ആരെയും മയക്കുന്ന തീക്ഷ്ണ സൗന്ദര്യമുള്ള മെലിഞ്ഞ പെൺകുട്ടി. ആദ്യ കാഴ്ചയിൽ തന്നെ അമീൻ എലിസബത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. എന്നാൽ തന്റെ ആഗ്രഹം ഉടനടി പുറത്തെടുക്കാൻ അമീൻ തയ്യാറായില്ല. 1974 ഫെബ്രുവരിയിൽ കമ്പാലയിൽ നടന്ന അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിനിധികളുടെ ചർച്ചയിലേക്ക് അമീൻ എലിസബത്തിനെ പ്രത്യേകമായി ക്ഷണിച്ചു. വലിയ പുരുഷാരത്തിനിടയ്ക്ക് കറുത്തു മെലിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിരുന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവളുടെ മുഖത്തേക്കായി. ആരാണിവളെന്നറിയാനുള്ള ആകാംക്ഷ അത് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ഉഗാണ്ടൻ പ്രസിഡന്റ് അമീൻ വേദിയിലേക്ക് കടന്നു വന്നു. നയതന്ത്ര പ്രതിനിധികളെ മുഴുവൻ ഉഗാണ്ടയിലേക്ക് സ്വാഗതം ചെയ്തുള്ള പ്രസംഗത്തിനിടെ എലിസബത്ത് ബഗായിയെ അമീൻ വേദിയിലേക്ക് ക്ഷണിച്ചു. എലിസബത്ത് അമീന്റെ അരികിലേക്കെത്തി. അവളെ ചേർത്ത് പിടിച്ച് എല്ലാവർക്കും അമീൻ പരിചയപ്പെടുത്തി. ഒപ്പം അവിചാരിതമായ ഒരു ബോംബും പൊട്ടിച്ചു. അത് ചെന്ന് വീണതാകട്ടെ ഉഗാണ്ടയുടെ വിദേശകാര്യമന്ത്രി മൈക്കിൾ ഒൻഡോഗയുടെ നെഞ്ചത്തും. എലിസബത്ത് ബഗായ ആയിരിക്കും ഉഗാണ്ടയുടെ പുതിയ വിദേശകാര്യമന്ത്രി എന്നായിരുന്നു അമീന്റെ പ്രഖ്യാപനം. വേദിയിൽ ഇരുന്നവർ എല്ലാവരും കൈയടിച്ചു. മൈക്കിൾ ഒൻഡേഗായ്ക്ക് കൈയടിക്കാതെ തരമില്ലായിരുന്നു. പക്ഷെ എന്തിനാണ് തന്നെ നീക്കം ചെയ്ത് ഒട്ടും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ അവരോധിക്കാൻ കാരണം? അതറിയുവാൻ മൈക്കിളിന് താല്പര്യമുണ്ടായിരുന്നു. സമ്മേളനം അവസാനിച്ച ഉടൻ കമ്പാലയിലെ കമാൻഡ് പോസ്റ്റിൽ അമീനെ സ്വകാര്യമായെന്ന് കാണാൻ മൈക്കിൾ ഒൻഡാഗോ എത്തി. വളരെ സന്തോഷവാനായി അമീൻ മൈക്കിളിനെ സ്വാഗതം ചെയ്തു. നയതന്ത്ര പ്രതിനിധികളുടെ ചർച്ചയിൽ വെച്ച് തന്നെ നീക്കം ചെയ്യാൻ അമീൻ തീരുമാനിച്ചതിന്റെ കാരണമറിയാൻ മൈക്കിൾ വ്യഗ്രത കാട്ടി. സന്തോഷവാനായി നിന്ന് അമീന്റെ ഭാവം മാറി. മൈക്കിൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ വാഗ്വാദങ്ങൾക്കൊരു സ്ഥാനവുമില്ല. അമീൻ തീരുമാനിക്കുന്നത് തന്നെ നടപ്പിലാക്കും. കമാൻഡ് പോസ്റ്റിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വെടിപൊട്ടി. ഒരു മനുഷ്യജീവൻ കൂടി അമീന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞൊടുങ്ങി. ഉടൻ തന്നെ സൈനികരെത്തി മൈക്കിൾ ഒൻഡേഗയുടെ മൃതദേഹം എടുത്തുകൊണ്ടുപോയി. നൈലിന് ദാനം നൽകി. ജീവനുള്ള മനുഷ്യർക്ക് മേൽ അമീൻ ചാടി വീഴുന്ന പോലെ നൈലിലെ മുതലകൾ ആർത്തിയോടെ മൈക്കിളിന്റെ മൃതദേഹത്തിലേക്ക് പാഞ്ഞെടുത്തു. ഒരു വിദേശകാര്യമന്ത്രിക്ക് വേണ്ട അറിവോ പരിചയമോ ഇല്ലായിരുന്നുവെങ്കിലും എലിസബത്ത് ബഗായ അതിവേഗം പദവിക്ക് അനുഗുണയായി തീർന്നു. അമീൻ തന്ത്രപരമായി എലിസബത്തിനോട് അടുക്കാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അശ്ലീല സംഭാഷണങ്ങളുമായി അടുത്തുകൂടുന്ന അമീനോട് എലിസബത്തിനൊട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നിട്ടും അവളെല്ലാം സഹിച്ചു. കാരണം എതിർത്താൽ പിന്നെ ജീവനുണ്ടാവില്ല. എലിസബത്തിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് നേരിട്ട് പറഞ്ഞു. അമീന്റെ കണ്ണുകളിലെ കാമക്കൊതി എലിസബത്ത് തിരിച്ചറിഞ്ഞു. എലിസബത്തിന്റെ മനസ്സിൽ കേയുടെയും മല്യാമുവിന്റെയും ദുരന്ത ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. കേയുടെ വിരൂപമാക്കിയ ശരീരത്തിൽ തന്റെ മുഖം തെളിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഏറെ നേരത്തെ ചിന്തകൾക്ക് ശേഷം മറുപടിക്കായി ആകാംക്ഷാഭരിതനായി കാത്തുനിന്ന അമീനോട് തന്റെ വിസമ്മതം അവൾ അറിയിച്ചു. അമീന്റെ കണ്ണുകൾ ചുവന്നു. പുരികവും കവിളുകളും വിറയ്ക്കാൻ തുടങ്ങി. എലിസബത്തിന്റെ കാര്യത്തിൽ എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്ന പ്രതീതി വ്യക്തമായിരുന്നു. എലിസബത്ത് സ്വന്തം വസതിയിലെത്തിയ ഉടൻ തന്നെ ഉഗാണ്ടൻ സൈനികർ വീട് വളഞ്ഞു. എലിസബത്ത് ബഗായിയെ അവർ ബന്ധിയാക്കി. എലിസബത്തിന് ഒരാഴ്ച വീട്ടുതടങ്കൽ അമീൻ വിധിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ബന്ധനത്തിൽ നിന്നും മുക്തയായ എലിസബത്ത് തന്നെ ശിക്ഷിച്ചതിന് കാരണം തേടി അമീന്റെ വസതിയിലെത്തി. ഇതിനകം അമീൻ ഉഗാണ്ടക്കാരോട് എലിസബത്തിനെ ശിക്ഷിച്ചതിന്റെ കാരണം വിശദീകരിച്ചിരുന്നു.
എലിസബത്ത് അസാൻമാർഗിക സഞ്ചാരിയാണെന്നും ന്യൂയോർക്കിൽ വെച്ച് ഒരു അവിഹിത ബന്ധത്തിനിടെ അവർ പിടിക്കപ്പെട്ടു എന്നുമായിരുന്നു ആ വിശദീകരണം. കമാൻഡ് പോസ്റ്റിലെത്തിയ എലിസബത്ത് തന്നെക്കുറിച്ച് അമീൻ ഉന്നയിച്ച ആരോപണങ്ങൾ കേട്ട് പൊട്ടിക്കരഞ്ഞു. അമീനെ നേരിട്ട് കാണാൻ കൂട്ടാക്കാതെ അവർ മടങ്ങി. അമീൻ അപ്പോഴും എലിസബത്തിനോടുള്ള കലി അടങ്ങിയിരുന്നില്ല. ബുദ്ധിമതിയായ എലിസബത്ത് തന്നെക്കുറിച്ച് പരാതിപ്പെടാനുള്ള സാധ്യത അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഉടൻ തന്നെ സൈനികരെ വിളിച്ച് എലിസബത്തിനെ പിടിച്ചുകെട്ടി തല മുണ്ടനം ചെയ്ത് മാക്കിൻഡേ സ്റ്റേറ്റ് ലോഡ്ജിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. അമീൻ സൈനികർക്ക് നിർദ്ദേശം നൽകുന്നത് കേട്ട ഉഗാണ്ടയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഹെൻറി കെയംബ ഉടൻ തന്നെ എലിസബത്തിനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു. സൈനികർ എലിസബത്തിന്റെ വസതിയിലെത്തിയപ്പോഴേക്കും അവർ സ്ഥലം വിട്ടിരുന്നു. എലിസബത്തിനെ കാണാനില്ല എന്ന വിവരവുമായി പട്ടാളക്കാർ മടങ്ങിയെത്തി. അമീൻ എലിസബത്തിന് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എലിസബത്തിന്റെ വെറും 8 മാസത്തെ നിയോഗം അവസാനിച്ചു. ഈ സമയത്തും ഉഗാണ്ടയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു എലിസബത്ത്. തന്റെ 2 സുഹൃത്തുക്കൾക്കൊപ്പം അവർ ജർമ്മനിയിലെത്തി. തുടർന്ന് വേഷപ്രച്ഛന്നയായി കെനിയയിലേക്ക് പോയി. ഉഗാണ്ടയിലെ ഗോത്രവർഗ സ്ത്രീയുടെ വേഷത്തിൽ നടന്നായിരുന്നു എലിസബത്തിന്റെ യാത്ര. അമീന് മുന്നിൽ മുട്ടുമടക്കാത്ത സ്ത്രീ എന്ന നിലയിൽ എലിസബത്ത് വഗായ ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് വലിയൊരു മാതൃകയായി തീർന്നു. ആദ്യമായി ഒരു സ്ത്രീയുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നതിലുള്ള ക്ഷീണം അമീനിൽ പ്രകടമായിരുന്നു. എന്നാലും തെറ്റുകൾ മറച്ചുപിടിച്ച് മുഖം മിനുക്കാൻ അമീൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 1975 ഓഗസ്റ്റിൽ സാറ കയോളബയെ തന്റെ 5ാം ഭാര്യയെ അമീൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. ഏകദേശം 2 ലക്ഷം ബ്രിട്ടീഷ് പൗണ്ട് ചെലവാക്കി ആഡംബരപൂർണമായിരുന്നു വിവാഹം. മുഖ്യ അതിഥിയായി പലസ്തീൻ പ്രസിഡന്റ് യാസർ അറാഫത്തും ഉണ്ടായിരുന്നു. പലസ്തീനുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ആ വിവാഹ ചടങ്ങ് കാരണമായി. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അറാഫത്ത് ഉഗാണ്ടയിലെത്തി. ഇത്തവണ വെറുമൊരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല അറാഫത്തിന്റെ ലക്ഷ്യം. 1975 ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാനായി അമീൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നവംബറിൽ നടന്ന ആ സമ്മേളനം ഇരുണ്ട വൻകരയുടെ നാഥനായ അമീൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ ഐക്യബോധമുണ്ടാക്കുമെന്ന് ഉദ്ഘോഷിച്ചു. അങ്കോളയിൽ സോവിയറ്റ് യൂണിയൻ നടത്തുന്ന നരഹത്യകൾക്കെതിരെയും റൊഡേഷ്യ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനു വേണ്ടിയും ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് അമീൻ ആവശ്യപ്പെട്ടു. ഉഗാണ്ടൻ വ്യോമസേനയുടെ പ്രത്യേക പരിശീലന പ്രകടനങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി അമീൻ ഒരുക്കിയിരുന്നു. വിക്ടോറിയ തടാകത്തിലെ ഒരു ദ്വീപിലായിരുന്നു അഭ്യാസ പ്രകടനം. ആഫ്രിക്കൻ യൂണിയൻ പ്രതിനിധികളെ കൂടാതെ പലസ്തീൻ പ്രസിഡന്റ് യാസർ അറാഫത്തും പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന തീവ്രവാദി സംഘടനയുടെ നേതാവും പ്രകടനങ്ങൾ കാണാനെത്തിയിരുന്നു. പക്ഷെ അമീന്റെ വീരവാദങ്ങൾക്ക് ചേർന്ന വിധം പ്രകടനം നടത്താൻ ഉഗാണ്ടയുടെ വ്യോമസേനയ്ക്ക് സാധിച്ചില്ല. അതിഥികളുടെ മുഖത്ത് അത്ഭുതം പ്രതീക്ഷിച്ചിരുന്ന അമീൻ സൈനിക തമാശ കണ്ടുള്ള അവരുടെ പൊട്ടിച്ചിരി കേട്ട് നിരാശരായി. ഉഗാണ്ടയുടെ യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുത്തുവിട്ട ഒരു മിസൈലിനും ദ്വീപിലെ ലക്ഷ്യസ്ഥാനത്തെത്താനായില്ല. എല്ലാം വിക്ടോറിയ തടാകത്തിൽ വീണ് പൊട്ടിത്തെറിച്ചു. പക്ഷേ പരിഹാസങ്ങൾക്കിടയിലും യാസർ അറാഫത്ത് അമീനെ അഭിനന്ദിച്ചു. അമീന്റെ ആത്മവിശ്വാസവും ദേശീയബോധവും അറാഫത്തിനെ ആകർഷിച്ചു. ചർച്ചയിൽ പലസ്തീനിയൻ വിമോചന സംഘത്തിന്റെ നേതാവും പങ്കെടുത്തിരുന്നു. മൂവർക്കുമിടയിൽ എന്തോ പദ്ധതി ഒരുങ്ങുകയാണെന്ന് വ്യക്തം. ആ ചർച്ച നടന്ന് 6 മാസങ്ങൾക്ക് ശേഷം ലോകം നടുങ്ങിയ ഒരു സംഭവമുണ്ടായി. ഉദ്വേഗജനകവും ആകാംക്ഷാഭരിതവും ഭീകരവുമായ സംഭവത്തിന്റെ വേദി ഉഗാണ്ട തന്നെയായിരുന്നു.